ഞങ്ങൾ വന്നിരിക്കുകയാണ് റിട്ടേൺ. പിറ്റേ ദിവസം നമ്മൾ ഗോവയിലെത്തുകയാണ് വെച്ചാൽ ഗോവ ഇന്നലെ രാത്രി ഒരാള് ഉറങ്ങിയിട്ട് ബോധമില്ലാണ്ട് രാവിലെ വലിയ 2-3 മസാല ദോശ എടുത്ത് അടിച്ചിട്ടുണ്ട്. പകുതിക്ക് ബാക്കിയെല്ലാം വെച്ച് വാട്ട്സ് ഹാപ്പനിങ് ബ്രോ? സുഖല്ലേ? ഗോവ സിയാബിനെ കുറിച്ച് കഥകൾ പറഞ്ഞായിരിക്കും. എന്റെ കഥകളാണ് മനാഫളിന്റെ കഥകളാണ്. സിയാബിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. സിയാബിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. അത് വലിയതാണ്. കോഴി എവിടെ ഉണ്ടെങ്കിൽ കട്ടുണ്ടാവും. അങ്ങനെ കോഴി കട്ടിട്ട് പൊയക്ക വെക്ക് ചുട്ടു നിന്നാല് കളപ്പന്നി അവസാനായിട്ട് പിടിച്ചാൽ ലത്തീഫിന്റെ പേർക്ക് തന്നെ എങ്ങനത്തെ പൂവനെ കൊണ്ടുവന്നിട്ടല്ലേ. നമ്മളിപ്പോ രാവിലെ തന്നെ വേറെ മൂഡിലാണ്. സട്ടിയും പനിനൊക്കെ ഇട്ടിട്ട് വേറെ അളിയും വലിയ സട്ടിട്ടുണ്ട്. വേറെ വൈബ് മൂഡ് വെച്ചാ വൈബ്. ഇപ്പത്തെ ചുള്ളന്മാര് ചക്കന്മാര് ഇപ്പത്തെ ന്യൂ ജനറേഷൻ പറയുന്ന പോലെ വൈബ് വേറെ ലെവൽ. അതിന് ബാക്കിൽ നിന്ന് ലൈറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. കൊട നിങ്ങൾ മാത്രമേ ഉള്ളൂല്ലോ ഇവിടെ, വേറെ ആരും ഇല്ലല്ലോ ഇവിടെ. ആരും മുമ്പ് റോഡ് കാണിക്കുന്ന ഞാൻ ചേച്ചി ആരതോ മുമ്പ് കാണിക്കുന്നത് ഇന്നലെ സിയാതെ നന്നായി കൂടെ നിനക്ക് ഉറക്കാം. നന്നാണ്ട് എന്ത് ചിന്തണ്ട നിനക്ക്? ശാബാ എന്താ നീ രാവിലെ കുളിക്കാത്ത? നമ്മളെല്ലാം രാവിലെ അണിച്ചിട്ട് പൊരിഞ്ഞ കുളിയാ മയം കുളിക്കാണ്ട് വന്നിട്ട് ഭാര്യ വീട്ടിൽ കടന്നെങ്കിൽ മാത്രമേ കുളിക്കേണ്ടതുള്ളൂ. രാവിലെ നേരം എടുത്താൽ കുളിക്കലാണ് നമുക്ക്. നമ്മളെപ്പോലെ പണ്ട് ഇവനായിരുന്നു കുളിക്കലുണ്ടായത്. അന്ന് നമ്മള് കുളിക്കലുണ്ടായില്ല. ഇപ്പൊ 5-8 കൊല്ലത്തിന് ശേഷമല്ലേ ഇത് കാണുന്നത്. സാന്തിനെ കുളിക്കുന്നേയില്ല. പൗഡർ രാവിലെ ഫുള്ള് പൗഡർ ഇട്ടിട്ട് ഞാൻ റെഡി ആയാലും ഫാൻ ഇട്ടില് പൗഡർ ഡബ്ബ 2 പോൺസിന്റെ എതിരെ രാവിലെ കുളിക്കാൻ ഫുള്ള് ഇട്ടിട്ട് റെഡി കുലുങ്ങി നിക്ക. ഞാൻ രാത്രി കുളിച്ചില്ല. നമ്മള് ഭാര്യ വീട്ടിലല്ലെന്നല്ലേ രാവിലെ കുളിക്കാനേ. റൂം എടുത്ത് കടന്നതല്ലേ, രാത്രി കുളിച്ച് കടന്നതല്ലേ. ഇനിയിപ്പോ ഡിങ്കണ്ണൻ നമ്മളെ ഒരാള് പുലിയാ. അവനെ അങ്ങനെ കാണണ്ടങ്ങള് കുളിച്ചാല് അവന്റെ സൗന്ദര്യം പോകുന്ന പറയുന്നത്. അല്ലല്ല കുളിച്ച ആരോഗ്യനാശമാവും. ഇങ്ങനെ പറഞ്ഞിട്ട് രാവിലെ ആരോഗ്യം നഷ്ടപ്പെടും. മുനാഫേ സുഖല്ലേ? എന്താ ഒരു ബോധക്കര? എന്താ രാവിലെ ചൂടുള്ള പാടത് അളിയാ? ചൂടുള്ള തന്നെ സദ്യല്ല ഊരിയാണേലും ഇങ്ങനെ തിന്നിന് പുസ്ക് പച്ചളോ എവിടെ അലക്കാതിന് ചൂടുള്ള. നീ അങ്ങനെ പറഞ്ഞോ? ഞമ്മള് പോയ ഷവർത്തിന് തന്നെ നീ പോയത്. ഉണ്ടായി എന്തെല്ലോ ആൾക്കാരുണ്ടപ്പേ. എവിടെയെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടോ കടസീ പോകുന്നിടത്ത്? പോകുന്ന വഴിക്ക് കുറെ പ്ലേസുകൾ ഉണ്ടാവും. ലൊക്കേഷനിൽ തപ്പിയാൽ കിട്ടും. ടൂറിസ്റ്റ് പ്ലേസ് പോകുന്ന വഴിക്ക് ഗോവന്റെ സെന്ററില് വേറെ നല്ല പ്ലേസ് ഉണ്ടാവും. ഇവനത്തെ ലൊക്കേഷൻ പിടിക്കുന്നത് ലൊക്കേഷൻ ഇട്ടിട്ട് ഗൂഗിളില് റൂട്ട് പറഞ്ഞു തരുന്ന ഒരാളാണ് സിയാബ് ഉസ്താദ്. മുമ്പില്ലേ നമ്മളെ ക്ലീനർ. ഇവന് പണ്ടൊരിക്കൽ നമ്മള് അവിടേക്ക് കന്യാകുമാരി പോയതാ. മേട്ടുപാളയല്ല, കന്യാകുമാരി പോയപ്പോ ഈ പൊന്നാരളിയന് നമ്മളെന്താക്കി രാത്രി 12 മണിക്ക് ശേഷം നമ്മൾ വണ്ടി ഓടിച്ച് സുസ്തായിട്ട് അളിയന്റെ കയ്യില് വണ്ടി ഓടിക്കാൻ കൊടുത്ത്. അളിയന് നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ 400 ചില്ലറ എന്തോ കിലോമീറ്റർ ഉണ്ട് നമ്മളെ നാട്ടിലെത്താൻ. അളിയന്റെ കയ്യിൽ കൊടുത്ത് നമ്മൾ രാവിലെ ഒരു 5-6 മണിയാകുമ്പോൾ എന്തോ ചെറിയ ഒച്ചപ്പാട് കേട്ട് നമ്മൾ എണിച്ച് നോക്കുമ്പോൾ കിലോമീറ്റർ വീണ്ടും അതേ 500 കിലോമീറ്റർ, ഒന്നും കൂടി 10-20 കിലോമീറ്റർ കൂടിയിട്ടാ കാണുന്നത്. അങ്ങനത്തെ എന്റെ പൊന്നാര അളിയനാണിത്. അപ്പൊ അളിയന്റെ ഇത് ലൊക്കേഷൻ കൊടുത്തപ്പോ എനിക്ക് പേടി. ഞാൻ അപ്പാവ പറഞ്ഞു കൊടുക്കണ്ടേനി ഇവരോട്, അളിയന്റെ ലൊക്കേഷനാണ്, നോക്കണം. സലിമളയാ ശ്രദ്ധിച്ച റൂട്ടുകാരൻ. വാട്ട് ബ്രോ?
അവന്റെ കയ്യിലല്ല കൊടുത്തത്. ആ പോയിട്ട് തിരിച്ചു വരേണ്ടി വരുമോന്നുള്ള ടെൻഷനില്ല. അന്ന് കുത്തുബേ ഇവര് ഏതോ ഗേറ്റിൽ നിന്നിട്ട് ഒച്ചപ്പാടായി എന്നിട്ട് നമ്മൾ അടിച്ചത് തന്നെ. ഒന്നും പറയണ്ട കഥ. പിണങ്ങാൻ എന്താണ് എന്താണ് പിണങ്ങാൻ എന്താണ് പിണങ്ങാൻ എന്താണ് ചെലത്ത ചമ്പകമല്ലേ ഗാനമല്ലേ പിണങ്ങാൻ എന്താണ് പിണങ്ങാൻ എന്താണ് എല്ലാരും യാത്രയിലാണ്, പൊരിഞ്ഞ് ബിസിയാണ്. Are you guys okay? Okay, yes ma'am. മാമിന് പറഞ്ഞപ്പോ എനിക്ക് മനാഫിന്റെ ടീച്ചറിന് ഓർമ്മയായി. ഗ്ലാഡി ടീച്ചർ മനാഫിനെ അടിച്ച് വട്ടം കറക്കുന്നുണ്ടായിരുന്നു. സ്കൂൾക്ക് മര്യാദക്ക് പോവില്ല, മദ്രസക്ക് മര്യാദക്ക് പോവില്ല. കള്ളൻ, ചുട്ട കള്ള. ഇവ ചുട്ട കള്ള. മദ്രസ നമുക്ക് രാവിലെ 6:30 തുടങ്ങും. ഈ പന്നി മദ്രസക്ക് വെച്ച് എത്ര മണിക്കാരോ? 7:00. മദ്രസ വിടാ നേരത്തെ വരും. ഇങ്ങനത്തെ കഥയാണ്. മര്യാദക്ക് മദ്രസക്ക് പോയിട്ടില്ല, സ്കൂൾക്ക് പോയിട്ടില്ല. ഇന്നിപ്പോ ആരാവന് സ്കൂൾ പോകാത്തതിനെ കൊണ്ടുവന്ന് നന്നായി. അതിന് സ്കൂളിൽ പോയിരിക്കും എവിടെ ഇരിക്കുന്നുണ്ടായിന്. പക്ഷെ സ്കൂളിൽ പോകാത്തതിനെ കൊണ്ട് പൈസക്കാരനായിരുന്നു. ബാക്ക് ബെഞ്ച് എപ്പോഴും നല്ല ബെഞ്ചാണ്. ഓക്കെ, സ്കൂളിൽ പോണ കുട്ടികളെല്ലാം ബാക്ക് ബെഞ്ച് പോയിരിക്കുക. അത് മനാഫിന്റെ കൽപ്പന കേട്ടാ. നന്നാവും. ഇവൻ വലിയ മഹാ അഗ്രഗണ്യനെ. ഇവൻ ഇങ്ങനെ നോക്കല്ല നിങ്ങള്. ഇവൻ ഭയങ്കര സംഭവം. ഇവന്റെ ഹിസ്റ്ററി ഒന്ന് ചെക്കാക്കിയണ്ടല്ലേ, നോട്ട് ബുക്ക് കീറിപ്പോവും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവന്റെ കഥയില്. അളിയാ പറഞ്ഞു നോക്കണോ? വേണ്ട. അളിയ മഹാസംഭവമാണ്. ആ നീല കണ്ണാടിണ്ടല്ലേ, ഓനെ അങ്ങനെ നോക്കണ്ടങ്ങള്. ഓന് മുണ്ടാപ്പൂച്ചെന്ന് വിചാരണ്ടാവല്ലേ മയിരുന്നാള്. ഓനിപ്പോ നമ്മള് ഗോവക്ക് പോകല്ലേ. ഇവര് നമ്മളറിയാണ്ട് എന്തെല്ലോ എടുത്തില്ലേ ഇവിടുന്ന് അങ്ങോട്ട് എന്തെല്ലോ പാർസൽ കടത്തുന്നുണ്ട് കള്ളപ്പന്നി. എന്താ നിന്റെ ബാഗിലുള്ള ബാഗ് തൊടാൻ വിടുന്നില്ല നമ്മളെ. നമ്മൾ അറിയാണ്ട് ഇവൻ എന്തെല്ലോ പാർസൽ കടത്തുന്നുണ്ട്. ബാഗിലൊന്നും പറയാൻ വെച്ചോ. ബാഗെല്ലാം ഫുള്ള് ലോക്കാക്കി വെച്ചിന്. അതിന് ആരും വിശ്വാസമില്ല. ആരല്ലോ രാത്രി ബാഗ് പൊളിക്കാൻ നോക്കിയിട്ട് ഇതിന്റെ 3 പട്ട് പോകണം നമ്മൾ പോയ സ്ഥലം. ഈ സൈഡാക്കി ഞാൻ ഓടിക്കാൻ വേണ്ടി കുണ്ടിമുടി ഇരുന്നാ മതി. എന്താ ഞാൻ ലൈസൻസ് എല്ലാം എടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്ന ലൈസൻസ് AC കുറച്ച് സ്പീഡ് നീയല്ലേ AC വേണ്ടായിരുന്നത് ചെയ്യാവേ. ഓന് AC വേണ്ടായിരുന്നാളല്ലേ. ഈ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടാ? ലോറി പോയ സ്ഥലം, ലോറി പോയ സ്ഥലം, മനാഫിന്റെ ലോറി പോയ സ്ഥലം. മനാഫിന്റെ ലോറി പോയ സ്ഥലം. അന്ന് ആ ചെക്കന് വെള്ളത്തിൽ പോയില്ലേ, ആ സ്ഥലമാണിത് ആക്ച്വലി. ഓക്കെ, കണ്ടോളി. ഇതും ഇടിഞ്ഞിട്ട് കമ്പ കണ്ടാ? ഈ കമ്പ ഞാൻ കണ്ടാണ്. ആ കമ്പ കാണിച്ചു കൊടുത്തു. കമ്പ അന്ന് ഇടിഞ്ഞതാ. കാണുന്നുണ്ട്. ആ കമ്പ, ഈ കമ്പ. ഇതാ നോയിക്കോളെ. ഇതന്നെ ഏരിയ എല്ലാം കാണിച്ചെടുത്ത് ഇവിടെ തന്നെ ഹോട്ടൽ ഉണ്ടായിരുന്നു. ഒന്ന് നിർത്തി നമുക്ക് നോക്കി പോകാം. ഇവിടെ അന്ന് ഇടിഞ്ഞ മണ്ണല്ല അവിടെ തന്നെ. ഇത് ആ സ്ഥലമാണ്. എന്താ ഇന്നലെ മണ്ണ് എവിടെ ഇപ്പോഴും ആ മണ്ണൊന്നും ഇനി പോയിട്ടില്ലല്ലേ.
നമ്മളെ അർജുൻ മരിച്ചത് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ വണ്ടി വെച്ചിട്ട് മല മൊത്തം ഇടിഞ്ഞ് വന്നിട്ട് വെള്ളത്തിനുള്ളിൽ പോയ സ്ഥലം, ആ സ്ഥലമാണ് ഈ സ്ഥലം. ഓക്കെ, അത് ആ കമ്പല ഓർമ്മ കാണുന്നുണ്ട് നിങ്ങൾക്ക്. എന്താ പാവം ഒരുപാട് ഒരു 1.5-3 മാസത്തോളം അവനെ തെരച്ചിലും കഷ്ടപ്പാടും പ്രയാസങ്ങളും മൊത്തം ബുദ്ധിമുട്ട് പാവം മരിച്ചേ പോയി, ഇല്ലാണ്ടേ ആയിപ്പോയി. ജീവനോടെ കിട്ടും വിചാരിച്ചു, കിട്ടാണ്ടേ ആയിപ്പോയി പാവത്തിന്. ഇവിടെ ഒരു പീടിയൊക്കെ ഉണ്ടായില്ലേ? എന്താ സലീമു ഇവനെന്താക്കുന്നടാ? എന്താ കാട്ടുന്ന നീ? പച്ച മാങ്ങ കടിച്ച് വലിച്ച് നിന്നാണ് രാജപ്പൻ. ഇപ്പം അർജുൻ യാത്രയായ സ്ഥലമാണ്. ഇത് നല്ല ആയുണ്ട് കേട്ടാ, ഇവിടെ നല്ല ആയുണ്ട്. ഇത് എത്ര വലിയ ബെട്ട കുട്ട നോക്കടാ, വലിയ മല ഇത്. ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കാണുന്ന കണ്ട വലിയ മല ഇത്. ഫുള്ള് ഈ ഏരിയ മൊത്തം ഇടിച്ചു പോയി. കേരളക്കാരെ സമ്മതിക്കണല്ലേ, എത്ര ലോങ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പോലീസുകാർക്കെല്ലാം നല്ല പണിയെല്ലാം കൊടുത്ത് റിസ്ക് എടുത്ത് ഇവര് ബോഡി കെയറാക്കാണ് തിന്നാലേ, എന്നിട്ട് ആ ബോഡിയും കൊണ്ട് പോയില്ലേ ഇവര് അല്ലെ കേരളക്കാരല്ലേ? സൂപ്പർമാൻ. അതാണ് മലയാളികൾ പുലിയാണ്, അത് എവിടെ പോയാലും. നമ്മളല്ല പിന്നെ പൊലിയാടികളാ മൈല. അവിടെ കൊയ്ന്ന് വെച്ച് വരും. ഞാൻ പറഞ്ഞില്ല, നമ്മൾ മലയാളികളല്ല മൈര, അതിനെ നമ്മള് പറയുന്നത്. അവിടെ ഒക്കെ കൊറേ വീടുകള് ആ ഏരിയ ഇത്. വീഡിയോ എടുക്കുമ്പോ ആ മയിലിൽ നിന്നെടുത്തൊരു കുഞ്ഞിന്നൊരു സൗണ്ട് വരും. എത്ര ഒരു രണ്ടാഴ്ച എത്ര 2 മാസം അല്ലേ? 3-4 ദിവസം ഓനക്ക് വേണ്ടി കാത്തുന്നല്ലേ ജീവനോടെ കിട്ടും പറഞ്ഞിട്ട്. 3-4 ദിവസം അല്ല, ജീവനോടെ കിട്ടും പറഞ്ഞിട്ട്. ആ എവിടെ പാവം. പക്ഷെ ഓന് ആ വണ്ടിന്റെ ഉള്ളിലുണ്ടായാലോ എടാ സലി, എടാ വണ്ടിന്റെ ഉള്ളിലുണ്ടായാലോ ഓന്. മലയാളിയാണ്, വണ്ടിക്ക് പുറത്തു പോകില്ല. മലയാളി ജയ് ജയ് മലയാളി. ഇവിടെ സൈഡാക്ക്, ഇവിടെ സൈഡാക്ക്. ഈ സൈഡാക്ക്, നിന്റെ കയ്യിൽ കുണ്ണണ വണ്ടിയാന്ന് ഇവിടെ സൈഡാക്ക്. I like it bro, I like it. ഇപ്പളതിന്റെ ഇഷ്ടം. മനാഫ് ഛർദിക്കാണ് ഇവിടെ. മനാഫ് പൊരിഞ്ഞ ഛർദി. എന്തേ കല്ല? സ്വർണ്ണക്കല്ല? സ്റ്റോണോ? ആ അവന്റെ ബുദ്ധിയുണ്ടാ? എന്താടാ സ്റ്റോൺ അളിയാ? ഓൻ അങ്ങനത്തെയൊക്കെ നോക്കി നടക്കുന്ന ആളാ. കല്ലിൽ സ്വർണ്ണം എടുക്കുക, കല്ലിൽ മറ്റേ ചെമ്പകം എടുക്കുക. കല്ലുകളുടെ മാലകളാണ്.
അല്ല ഇതാ ഒരുത്തൻ ഫോട്ടോ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കും മയില് ഒരു കുന്തറിയില്ല എനിക്ക് സിദ്ധപ്പൻ എന്നാ സീൻ സൂം നോക്കിക്കോ ഈ വെള്ളം എങ്ങനെ ഉണ്ടല്ലേ നല്ല അടിപൊളി വൈബുള്ള അത്ര സൂം ആവുന്നുള്ളൂ. അത്ര അതേ ജാസ്തി എനിക്ക് എന്റെ ഫോണില് സൂം ആയി കഴിഞ്ഞിട്ടല്ലേ അതിന്റെ പാറന്റെ ഉള്ളിലുള്ള കല്ലെല്ലാം കാണും. അതിന്റെ വജ്രം ഉണ്ടോ അതുണ്ട് എല്ലാം വേറെ വേറെ ഡിവൈഡ് ആക്കി കാണും. അത് കഴിഞ്ഞിട്ട് മതി ഇന്ന് പോ ഇങ്ങോട്ട് കേട്ടോ ഇത് സൂം ആക്കുന്നുണ്ട്. അതിനുള്ള കാണുന്നേ ഇല്ല. ഏയ് ഫുള്ള് ഫുള്ള് ബ്ലറായി കാണേണ്ടി മുന്നാ മുന്നാ എന്താ വെള്ളം ഓലിക്കുന്ന കറക്റ്റ് കാണുന്നു മുന്നാ ഇവിടെ കണ്ട പിന്നെ ഇവിടെ എന്റെ നോക്കടാ സലി അതാ ഇത് പറഞ്ഞു ഇവിടെ നോക്കടാ പക്ഷെ ഇത് കളർ കൂടുതൽ കളറ് കുറച്ച് വെച്ചില്ല വീഡിയോ നമ്മളെ ഇത്ര നേരമുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. ഗോവ ട്രിപ്പിന്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചതിന്. പിന്നെ ബാക്കി ഭാഗങ്ങൾ നെക്സ്റ്റ് അടുത്ത ബ്ലോഗിലുണ്ടാവും. ഇപ്പോൾ കണ്ട വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് മച്ചാമാരെ. ഓക്കെ അപ്പോൾ പറഞ്ഞ മതി. ബൈ.